ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. 2026 ജനുവരി 9 പൊങ്കൽ റിലീസിനായിട്ട് തമിഴിൽ നിന്നൊരു ചിത്രം വരുന്നുണ്ട്. ചിത്രം ഏതാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തളപതി വിജയ് നായകനാകുന്ന ജനനായകൻ. സംവിധായകൻ എച്ച് വിനോദാണ്. ഞാൻ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് റോക്ക് സ്റ്റാർ അനിരുദ്ധാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസ് കാവിയൻ പ്രൊഡക്ഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴെ തന്നെ എല്ലാ സാറ്റലൈറ്റ് റൈറ്റ്സും മറ്റു റൈറ്റ്സുകളും കാര്യങ്ങളൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഇതൊരു ഫെയർവെൽ പടമാണെന്നാണ് പറയുന്നത്. സിനിമയ്ക്ക് തന്നെ 3 മണിക്കൂർ 6 മിനിറ്റുകളൊക്കെ സിനിമ ഉണ്ടെന്ന് പറയുന്നു. ഇതിൽ ലാസ്റ്റ് 15 മിനിറ്റോളം ഒരു ഇമോഷണൽ ട്രിബ്യൂട്ട് തളപതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ടീമും സിനിമ ടീമും ഉദ്ദേശിച്ച് അങ്ങനെയാണ് ഒരു 15 മിനിറ്റ് വരുന്നത്. അതുകൊണ്ടാണ് 3:06 വരുന്നത് സിനിമ. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരെയും കരയിപ്പിച്ച് വിടാനാണ് ജനനായകൻ ടീമും ഉദ്ദേശിക്കുന്നത് ഗൈസ്. ഓ മൈ ഗാഡ്, അത് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷൻ ആവുന്നുണ്ട്. ആൻഡ് അതല്ല വിഷയം. ഇവിടത്തെ ജനുവരി 14 ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ജനുവരി 9 ജനനായകനും ജനുവരി 14 ശിവകാർത്തികേയന്റെ പരാശക്തിയും. അത് പ്രൊഡ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡോൺ പിക്ചേഴ്സ് ആണ്. ആൻഡ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഉദയനിധി സ്റ്റാലിൻ. റെഡ് ജെയിൻസ് ആകാം. റെഡ് ജെയിൻസ് അറിയാമല്ലോ, ഇപ്പൊ തിയേറ്റർ അസോസിയേഷൻ തിയേറ്റേഴ്സിന്റെ കാര്യങ്ങളെല്ലാം റെഡ് ജെയിൻസിന്റെ കയ്യിലാണ്. പോരാനവർക്ക് പൊളിറ്റിക്കൽ പാർട്ടിയും കൂടെയാണ്. എല്ലാം ഭരണവും ഉണ്ട്, കയ്യിൽ പണവും ഉണ്ട്, എല്ലാവർക്കും തന്നെയാണ്. അതൊക്കെ എത്ര കണ്ടിരിക്കണത്. അപ്പോൾ ഒരു സിനിമ 14-ാം തീയതി റിലീസ് ചെയ്യായിരുന്നു. പെട്ടെന്ന് സാധാരണ നമ്മൾ സിനിമകളൊക്കെ എങ്ങനെയാണ്, 14-ാം തീയതി റിലീസ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ ഇങ്ങനെ വന്ന് ചിലപ്പോൾ മാറ്റും. അതായത് മാറ്റും എന്ന് വെച്ചാൽ ആ ഡേറ്റിന് അപ്പുറത്തുള്ള ഡേറ്റ്. ഇപ്പോൾ 14-ാം ഡേറ്റിലാണ് വന്നെങ്കിൽ ഒരു 18 അല്ലെങ്കിൽ 20 അങ്ങനെയൊക്കെ വരും. ഇതങ്ങനെയല്ല. കോമഡി അതാണ്. 14-ാം തീയതി വെച്ച പടം, അതായത് ലേറ്റ് ആക്കിയ പടം 10 നേരത്തെ എത്തുന്നു. സാധാരണ എല്ലാ സിനിമകളും താമസിച്ചെത്തുന്നു, ഇത് നേരത്തെ എത്തുന്നു. അതായത് ജനുവരി 9 ജനനായകൻ റിലീസ് ചെയ്യുന്നുണ്ട്. ജനുവരി 10 14 ഇറങ്ങേണ്ട സിനിമ 5 ദിവസം കഴിഞ്ഞ് ഇറങ്ങേണ്ട സിനിമ ജനുവരി 10 അതായത് ജനനായകൻ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം റിലീസ് ചെയ്യാൻ പോകുന്നതാണ്. ഇന്ന് തന്നെ മനസ്സിലാക്കാം, ഇത് നിങ്ങളെ ധൈര്യം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക നമ്മൾ വാശിക്ക് വച്ചു നോക്കാമെന്ന് കൊണ്ടോ എന്നൊന്നുമല്ല. അത്രയും ധൈര്യമുള്ള നിങ്ങളാണായിരുന്നെങ്കിൽ 9-ാം തീയതി വെക്കണമായിരുന്നു. ജനുവരി 9 വെക്കണമായിരുന്നു. എന്തിന് 10 നീക്കി വെക്കണം? ജനുവരി 9 വെക്കണമായിരുന്നു. ജനുവരി 9 തളപതി വിജയുടെ ജനനായകൻ സിനിമയിലൂടെ ശിവകാർത്തികേയന്റെ പരാശക്തി നിങ്ങൾ റിലീസ് ചെയ്യണമായിരുന്നു. ഉദയനിധി കേൾക്കുന്നുണ്ടോ? അങ്ങനെ റിലീസ് ചെയ്യണം. എന്തിന് 10-ാം തീയതി വെക്കുന്ന സഹോദര? അപ്പൊ തന്നെ നിങ്ങൾ ഒന്ന് പേടിച്ചിട്ടാണ് 10-ാം തീയതി വെക്കുന്നത്. 9-ാം തീയതി വെച്ച് അടിച്ച് കതറ് വന്നു. എന്നിട്ട് 10-ാം തീയതി വെച്ച് എന്താണെന്ന് ഗൈസ്, ഇതിലിപ്പോൾ ശിവകാർത്തികൻ പെട്ടിരിക്കുകയാണ്. പിന്നെ ശിവകാർത്തികന്റെ സൈഡിലും ഒരു ഇതുണ്ട്. പിന്നെ ചിലപ്പം പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വലിയ പ്രഷറും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അറിഞ്ഞൂടാ യഥാർത്ഥ വഴി എന്താണെന്ന്. ചിലപ്പോൾ ശിവകാർത്തികന് ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. കാരണം തളപതിയെ പോലത്തെ ഒരു വലിയ നടൻ അല്ല ഫെയർവെൽ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു സിനിമ ഇറക്കുക എന്ന് പറയുന്ന ക്ലാഷ് ഒന്നുമല്ല. ഇതൊരു ക്ലാഷേ അല്ല. ശിവകാർത്തികനും വിജയും തമ്മിൽ ഒരുമിച്ച് സിനിമ വന്നാൽ അതൊരു ക്ലാഷ് അല്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും മനസ്സിലാക്കണം. അതൊരു ക്ലാഷേ അല്ല. അതെന്തോന്ന് ക്ലാഷ് എന്ന് വെച്ചാൽ ഒപ്പോണന്റ് സ്ട്രോങ്ങർ ആയിരിക്കണം, ഒരേ ടൈപ്പ് ആൾക്കാരായിരിക്കും, എങ്കിലേ ക്ലാഷ് വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷേ ഇത് ക്ലാഷ് ഒന്നുമില്ല. ഇത് സൈഡിൽ നിന്നൊരു പടം വരുന്നു, വലിയൊരു പടത്തിന്റെ അടുത്തൊരു സൈഡ് ഒരു പടം വന്ന് എങ്ങനെയെങ്കിലും ആ 4 ആൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പടം വരുന്നു എന്നുള്ളൊരിതാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ ക്ലാഷ് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ഇതിലിപ്പം മെയിൻലി വിജയുടെ പൊളിറ്റിക്കൽ ഭാവിയെ അല്ലെങ്കിൽ വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണൽ എന്താ പറയുക ഒരു അറ്റാക്കാണ്. അതായത് ഉദയനിധി, DMK ഇതൊക്കെ ചേർന്നുള്ള ഒരു പേഴ്സണൽ അറ്റാക്കാണ്. അതായത് സപ്പോസ് ഇവർ ആലോചിക്കുന്ന 4 ദിവസം കഴിഞ്ഞ് ഇറങ്ങിയാലും 4 ദിവസം എന്തെന്ന് പറയും. ഇപ്പൊ ജനുവരി 14 ആകുമ്പോഴേക്കും 4 ദിവസം കഴിഞ്ഞായി. 5-ാം ദിവസമാണ് പരാശക്തി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 9 ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് 5 ദിവസം ആകുമ്പോഴേക്കും അത്യാവശ്യം എല്ലാ കളക്ഷൻ അടിച്ചു വാരിയേക്കും. കാരണം തളപതിയുടെ പടവും കൂടെയാണ്. 5 ദിവസമൊക്കെ ധാരാളമാണ്. അതായത് ഒരു സിനിമയിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോകുമ്പോൾ ഒരു 30 വർഷം കഴിയുമ്പം ഇങ്ങനെ ഒരു റെക്കോർഡ് വരും. ആ ലാസ്റ്റ് പടമായതോടുകൂടി ഇത്രയും കളക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നുള്ള റെക്കോർഡും കാര്യങ്ങളും ഹിസ്റ്ററി സംസാരിക്കും. അപ്പോൾ അതെല്ലാം മുടക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ജനുവരി 9 സിനിമ ജനനായകന്റെ കൂടെ ജനുവരി 10 പരാശക്തി റിലീസ് ചെയ്യുന്നത്. 10 റിലീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അറിയാൻ പോകുന്നത്? അതാകുമ്പോൾ കുറച്ചുകൂടെ തിയേറ്റർ നമുക്ക് കിട്ടും പരാശക്തിക്ക്. ഇനി റിവ്യൂസ് അനുസരിച്ച് കുറച്ച് ആൾക്കാർ അവിടെ കയറും എന്നുള്ളൊരു തോന്നൽ, കളക്ഷൻ കുറയ്ക്കാമെന്നുള്ളൊരു തോന്നൽ, തിയേറ്റർ കൗണ്ട് കുറയ്ക്കാമെന്നൊരു തോന്നൽ, വിജയ് താഴ്ത്താമെന്നുള്ളൊരു തോന്നൽ. അണ്ണാക്കിൽ ഇരുന്നാൽ മതി.
നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, ഏപ്രിൽ 13-ന് എനിക്ക് ഓർമ്മ ഏപ്രിൽ 13-ആണ് ബീസ്റ്റ്, ഏപ്രിൽ 14-നാണ് KGF 2. ഏപ്രിൽ 13-ന് ബീസ്റ്റ് ഇറങ്ങുമ്പോൾ ഇത്രയും ഡിസാസ്റ്റർ റിവ്യൂ ഉള്ള ബീസ്റ്റിനെ വെച്ച് 235 കോടിയോളം ബോക്സ് ഓഫീസ് എടുത്ത അണ്ണനാണ്. എന്നിട്ട് രണ്ടാമത്തെ ദിവസം KGF ഇറങ്ങി. ഏത് ഇന്ത്യ മൊത്താകെ റോക്കി ബോയ് എന്ന് വിളിക്കുന്ന KGF ഇറങ്ങി. ആ KGF ഇറങ്ങിയപ്പോൾ പോലും KGF-നോട് മുട്ടി നിന്നവനാണ് തളപതി വിജയ്. എന്നിട്ട് ഡിസാസ്റ്റർ റിവ്യൂ വെച്ച് 235 അടിച്ച ആളാണ് പുള്ളിക്കാരൻ. ഈ പരാശക്തിയൊക്കെ വന്ന നിങ്ങളിനി എന്ത് മലത്തിയ കണ്ടന്റ് എന്ന് പറഞ്ഞാലും, എന്ത് മലത്തിയ പെർഫോമൻസ് സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞാലും, ഇത് അങ്ങനെ ലാസ്റ്റ് പടമാണ്. ഇത് ഞാൻ ഇപ്പോഴും പറയണം, മെജോറിറ്റി ആൾക്കാരും റിവ്യൂ നോക്കിയല്ല പടം കാണാൻ പോകുന്ന ഈ ലാസ്റ്റ് പടത്തിൽ. എല്ലാവരും അടിച്ചു കയറും, പരാശക്തി അടിച്ചോടിക്കും. നിങ്ങൾ വേണമെന്ന് നോക്കിക്കോ. എന്നിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് പരാശക്തിയെ മാറ്റി വീണ്ടും അതേ തിയേറ്ററിൽ ജനനായകൻ തന്നെ ആക്കാൻ പോണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പണമുള്ളവരല്ലേ, നിങ്ങൾ ആളില്ലെങ്കിലും വെറുതെ ഇട്ട് ഓട്ടിക്കും. കാരണം നിങ്ങൾക്ക് പ്രസ്റ്റീജാണ്, നാണം കെടാൻ പാടില്ല. കാരണം നാണം കെട്ട് നിങ്ങൾ മുഷിഞ്ഞു പോയല്ലോ. ഇപ്പൊ മറ്റേ ഇത് കരിയൂർ സ്റ്റാമ്പേഡ് അവിടെ നടന്നപ്പോഴും നാണം കെട്ടിപ്പോ തൂക്കിയല്ലോ നിങ്ങളെയൊക്കെ. നാണം കെട്ട് നിങ്ങൾ മാറിയല്ലോ. അപ്പൊ ഈ DMK ഉദയനിധി സ്റ്റാലിൻ ഈ പാർട്ടിക്കാരുടെ ഒരു ഒരു പേഴ്സണൽ അറ്റാക്കാണ് ഈ സിനിമയിൽ ഇവർ റിലീസ് ചെയ്യുക. കാരണം 14-ാം തീയതി ഇറക്കേണ്ട സിനിമ. എന്നിട്ട് പറയുന്നതാണ് ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതെ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. എന്തിനാണ് വന്നതെന്നും എന്തുകൊണ്ടാണ് വന്നതെന്നും എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. പിന്നെ അത് ചില്ലറ പുള്ളിയൊന്നുമല്ല, അത് എല്ലാവർക്കും അറിയാം. 9-ാം തീയതി പടം വരും. അത്രയ്ക്ക് ധൈര്യമുള്ള ആൾ നിങ്ങൾ 9-ാം തീയതി പടം ഇറക്കാത്ത എന്ത് സഹോദരൻ? 9-ാം തീയതി ഇറക്കണമായിരുന്നു. 9-ാം തീയതി ഇറക്കണമായിരുന്നു. ആറ്റിച്ചില്ല കണ്ണാക്കി തരുമായിരുന്നു അങ്ങേര്. 9-ാം തീയതി ഇറക്കണമായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഇവർക്ക് ഒന്ന് വിജയം അടിച്ച് താഴ്ത്തണം, റെക്കോർഡുകൾ മാറ്റണം. അതുകൊണ്ട് 14-ാം തീയതി ലേറ്റ് ആവും. അതുകൊണ്ട് 10-ാം തീയതി നിങ്ങൾ അത്രയും ധൈര്യമുള്ള DMK ഉദയനിധി സ്റ്റാലിൻ അത്രയും ധൈര്യമുള്ള ആൾക്കാരുണ്ടായിരുന്നു 9-ാം തീയതി റിലീസ് ചെയ്യണമായിരുന്നു. അത് പറ്റൂല. 10-ാം തീയതി കാരണം തിയേറ്റേഴ്സൊക്കെ അറിയാമല്ലോ, എല്ലാവരുടെ അവരുടെ കയ്യിലാണ്. അപ്പൊ അതിന്റെ പ്രഷറും ഇതെല്ലാം അവർ നടത്തുന്നുണ്ട്. കാരണം അത് സെക്കൻഡ് ദിവസം ആകുമ്പം ഇപ്പം തന്നെ 9-ാം തീയതി സിനിമ ഇറങ്ങും. 10-ാം തീയതിക്കുള്ള സിനിമയിലുള്ള തിയേറ്റേഴ്സ് ഒക്കെ കൊടുക്കണം. അപ്പോൾ മൊത്തം തിയേറ്റേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷനിലാണെങ്കിൽ റെഡ് ജയന്റിന്റെ കയ്യിലൊക്കെയാണ്. നിങ്ങൾക്ക് അറിയാം തമിഴ്നാട്ടിൽ എന്താണ് നടക്കുന്നത്. അപ്പോൾ ഇവർ ഈ മെജോറിറ്റീസ് തിയേറ്റേഴ്സ് എടുക്കുമ്പോൾ വിജയ്ക്ക് തിയേറ്റേഴ്സ് കുറയും, കളക്ഷൻ കുറയും. ഇതൊക്കെ ഈ മാനിപ്പുലേഷൻ, ഈ അജണ്ടയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് എല്ലാവർക്കും നല്ല ബോധ്യമാണ്. പിന്നെ 10-ാം തീയതി മുന്നേ മലത്തി അടിച്ചിട്ട് പോകാനാണ് ഉദ്ദേശിച്ചെങ്കിൽ അതൊന്ന് കാണണോടെ. അത്രയ്ക്കും ധൈര്യമുള്ള. പിന്നെ ശിവകാർത്തിയും ഗ്യാപ്പിൽ ഗോൾ അടിക്കാനുള്ള ഇതാണ് മിക്കവാറും കൊടുത്ത തുപ്പാക്കി തിരിച്ച് ഞങ്ങൾ വാങ്ങുന്നുണ്ട്. ശിവകാർത്തിയും ഗ്യാപ്പിൽ ഗോൾ അടിക്കാനുള്ള ചാൻസ് ആണ്. അതായത് ഇത്രയും വലിയൊരു സ്റ്റാറിൻ്റെ ഇങ്ങനെ ഒരു ക്ലാഷ് എന്ന് പറഞ്ഞ പോലെ ഒരു പടം ഇറക്കുമ്പോൾ, അതും അദ്ദേഹം പൊളിറ്റിക്കുമായിട്ട് വിട്ടുപോകുന്ന അല്ലെങ്കിൽ സിനിമ ഫീൽഡിലായിട്ട് വിട്ടുപോകുന്ന ഒരു ലാസ്റ്റ് പടവും കൂടെ ആകുമ്പോൾ എല്ലാവരും നമ്മളൊന്ന് ഉറ്റുനോക്കും. കാരണം വലിയ ആളുടെ അടിയിക്കുമ്പോൾ കൊച്ചാൾ ആരെങ്കിലും വന്നാൽ എല്ലാവരും നോക്കൂല. അങ്ങനെ ഉറ്റുനോക്കുമെന്നുള്ളൊരിതുണ്ട്. അത് ഈ പടത്തോടെ മതിയാകും. അടിച്ച് അണ്ണാക്കി കിട്ടാൻ പോയാണ് മിക്കവാറും. ഈ പടത്തോടെ ശിവകാർത്തികന് ഒരു പരുവം കിട്ടും. പരാശക്തിയല്ല, പരുവം കിട്ടും. അതിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ഇപ്പൊ ശിവകാർത്തിൻ്റെ അറിവോടാണോ അറിവോട് കൂടാതെയാണോ അതൊന്നും വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പൊ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞ് തളപതിയും DMKയും ഉദയനിധിയും ഒക്കെയാണ്. തളപതി വാസിസ് DMK അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് ഇവിടെ നടക്കുന്നത്. കണ്ടറിയാം എന്താണ് നടക്കുന്നതെന്ന്.